കേരളത്തിൻ്റെ 13ാമത്തെ മുഖ്യമന്ത്രിയായി വി.ഡി. സതീശൻ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. കഴിഞ്ഞ 10 ദിവസം നീണ്ട സങ്കീർണവും നാടകസമാനവുമായ സന്ദർഭങ്ങളിലൂടെയാണ് സത്യം പറഞ്ഞാൽ അവരുടെ നിയമസഭാ കക്ഷി നേതാവ് ആരാണ് എന്ന് തീരുമാനിക്കാനുള്ള പ്രോസസ്സ് കടന്നു വന്നതെന്നറിയാം. അതിൽ കുറേ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടായിരുന്നു, കുറേ പിടിവലി അതിനകത്തുണ്ടായിരുന്നു. ഫൈനലി സതീശനെ തന്നെ തീരുമാനിക്കുകയാണ്. ജനവികാരം പ്ലസ് ഘടകകക്ഷികളുടെ പൊതുവായ താല്പര്യം എന്നിവ പരിഗണിച്ചുകൊണ്ട് സതീശനെ തീരുമാനിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒടുവിൽ ആ തീരുമാനം അവരെടുക്കുകയായിരുന്നു. അപ്പോൾ വി.ഡി. സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവ് അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലേക്ക് സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു കടന്നു വരുന്ന വഴി, അതിനെക്കുറിച്ച് സംസാരിക്കാം എന്ന് വിചാരിക്കുന്നു. നമ്മൾ ആദ്യം ദൗസാബിൻ എന്താണ് തോന്നുന്നത്? വി.ഡി. സതീശൻ എന്ന് പറയുന്ന നേതാവ് കോൺഗ്രസ്സിൽ ഇപ്പോൾ ഈ രംഗത്തുള്ള 3 പേരെ എടുത്താൽ, അതായത് ആ റേസിലുണ്ടായിരുന്ന 3 പേരെ എടുത്താൽ വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. അദ്ദേഹം താരതമ്യേന ജൂനിയറാണെന്ന് പറയാം. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തെയാണ് കേരളം ആ പദവിയിൽ കാണാൻ ആഗ്രഹിച്ചത്. കേരളത്തിലെ UDF-ന് വോട്ട് ചെയ്ത ആൾക്കാർ, കോൺഗ്രസിൻ്റെ പാർട്ടിക്കകത്തുണ്ടായിരുന്ന പൊതുവികാരവും അതായിരുന്നു അണികളുടെ, ഒപ്പം ഈ ഘടകകക്ഷികളുടെയും. സോ വി.ഡി. സതീശൻ ആ പദവിയിലേക്ക് വരുന്ന സാഹചര്യം എന്ന് പറയുന്നത് ഒരു അസാധാരണമായിട്ടുള്ളൊരു സാഹചര്യമാണോ? കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ പ്രത്യേക സ്വഭാവത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു സംഗതിയായിട്ട് അത് മാറിയിട്ടുണ്ടോ? അത് നമ്മൾ കണ്ടതേ, വി.ഡി. സതീശൻ കോൺഗ്രസ് നിയമസഭാ കക്ഷിയുടെ നേതാവായിട്ട് കഴിഞ്ഞ 5 വർഷം മുമ്പ് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അവർക്ക് ഭരണം നഷ്ടപ്പെടുന്നു. പിണറായി വിജയൻ 2ാമത് അധികാരത്തിൽ വരുന്ന ആ സന്ദർഭം ഇപ്പോൾ നമ്മൾ കാണണം. കോൺഗ്രസ് എന്ന് പറയുന്ന UDF എന്ന് പറയുന്ന ആ സംവിധാനം ആകെ ഡീമോറലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന അതിദയനീയമായിട്ടുള്ളൊരു സാഹചര്യമായിരുന്നു. കാരണം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പോളിംഗ് കഴിഞ്ഞ് കൗണ്ടിങ്ങിനിടയിലുള്ള ദിവസങ്ങളിൽ കോൺഗ്രസിൻ്റെ മന്ത്രിമാരാരൊക്കെയായിരിക്കും എന്നതിനെക്കുറിച്ച് വരെ മാധ്യമ ചർച്ചകൾ നടത്തിയിരുന്നൊരു കാലമാണ്. അപ്പോൾ പിണറായി വിജയൻ 2ാമത് അധികാരത്തിൽ വരുന്നു. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ അപൂർവമായിട്ടുള്ള പ്രതിഭാസം. കോൺഗ്രസ് സംബന്ധിച്ചത് UDF-നെ സംബന്ധിച്ചത് വലിയൊരു ഷോക്കായിരുന്നു. ആ ഷോക്കിൽ നിന്ന് നിൽക്കുമ്പോൾ അവിടെയാണ് വി.ഡി. സതീശൻ തിരഞ്ഞെടുക്കപ്പെടും. പ്രതിപക്ഷ നേതാവായിട്ട് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നിയമസഭാ കക്ഷി നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. അന്ന് മുതൽ കോൺഗ്രസിൻ്റെ UDF-ൻ്റെ നേതൃസ്ഥാനത്ത് വി.ഡി. സതീശനുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രാഥമികമായിട്ടുള്ളൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡീമോറലൈസ്ഡ് ആയിട്ട് നിൽക്കുന്ന, പരിക്ഷീണമായി നിൽക്കുന്ന തൻ്റെ ക്യാമ്പിന് ഉണർവ് നൽകുക എന്നുള്ളതായിരുന്നു. അത് മാത്രമല്ല, വേറെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് നേതൃത്വം കൊടുക്കുക, അല്ലെങ്കിൽ വളരെ ശക്തമായൊരു പ്രതിപക്ഷമായി ഇവിടെ നിലനിൽക്കുക എന്നതിലപ്പുറം കോൺഗ്രസ് ക്യാമ്പിലുള്ള മറ്റ് ഘടകകക്ഷികളുണ്ട്. പ്രധാനമായും ലീഗ് അവിടെ നിൽക്കുന്നു. നമുക്ക് ലീഗും ആ കാലം ശ്രദ്ധിക്കണം. പതിയെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ലീഗും CPM-ഉം തമ്മിലുള്ള ഒരു ഹോട്ട്ലൈൻ രൂപപ്പെട്ടതായിട്ട് ആർക്കും തോന്നാവുന്നൊരു സാഹചര്യമുണ്ട്. ഓർമ്മയുണ്ടോ? നിരന്തരം CPM-ൻ്റെ നേതാക്കന്മാർ നിരനിരയായി വന്ന് ലീഗിനെക്കുറിച്ച് മഹദ്വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാലമായിരുന്നത്. എന്തുകൊണ്ടാണത്? അത് ഒന്ന് UDF ക്യാമ്പിനകത്ത് അവിശ്വാസം സൃഷ്ടിക്കുക, വിഭജനം സൃഷ്ടിക്കുക എന്നുള്ളതാണ്. ലീഗ് ഏത് നിമിഷവും ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് ക്യാമ്പിലേക്ക് വരാനുള്ള ഒരു പാർട്ടിയാണ് എന്നൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ്. അവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് ലീഗിനെ തോന്നിപ്പിക്കുകയാണ്. അപ്പോൾ UDF എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ അതിൽ ആഭ്യന്തരമായിട്ടുള്ള അവിശ്വാസം വളർത്തുന്ന തരത്തിൽ മുസ്ലിം ലീഗും CPM-ഉം തമ്മിലുള്ള എന്തൊക്കെയോ ചില ഇടപാടുകൾ നടക്കുന്നു എന്ന സംശയം സൃഷ്ടിക്കുന്നതിൽ അന്നത്തെ CPM-ൻ്റെ നേതാക്കന്മാർ ഗംഭീരമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് എല്ലാ ദിവസവും പിണറായി വിജയനും MV ഗോവിന്ദനും P. ജയരാജനും എല്ലാവരും ലീഗിനെക്കുറിച്ച് മഹദ്വചനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിശ്വാസം നിറഞ്ഞ ഒരു ഹൗസായി, ഒരു ഡിവൈഡഡ് ഹൗസായിട്ട്, ഒട്ടുമേ ഉത്കർഷയില്ലാത്ത, ആത്മവിശ്വാസമില്ലാത്തൊരു സംവിധാനമായിട്ട് UDF നിൽക്കുന്ന കാലത്താണ് വി.ഡി. സതീശൻ എന്ന നേതൃസ്ഥാനത്തേക്ക് വരുന്നു. അതിനെ മുന്നോട്ട് കൊണ്ടുവരുന്നു, അതിനെ റീവൈറ്റലൈസ് ചെയ്യുന്നു, അതിന് എനർജി കൊടുക്കുന്നു. പിന്നെ നമ്മൾ കാണുന്നത് പിന്നീട് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം വി.ഡി. സതീശൻ്റെ ഒരു എലക്ഷൻ എൻജിനീയറിംഗ് എന്ന് പറയുന്നൊരു സംഗതി, ആ ഒരു മാസ്റ്റർ സ്ട്രോക്ക് അല്ലെങ്കിൽ മാസ്റ്റർ ക്ലാസ് അത് ഗംഭീരമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. വി.ഡി. സതീശൻ UDF-ൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും UDF വിജയിക്കുന്നു, ഗംഭീരമായിട്ട് വിജയിക്കുന്നു, മുമ്പുള്ളതിനേക്കാൾ നന്നായിട്ട് വിജയിക്കുന്നു. അപ്പോൾ ഈ മനുഷ്യൻ ഡെലിവർ ചെയ്യുന്നു. ഈ മനുഷ്യന് അറിയാം ഒരു ഇലക്ഷൻ വിജയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം. ആ ഇലക്ഷന് സമൂഹത്തെ പഠിക്കണം, എന്താണ് സോഷ്യൽ പാറ്റേൺസ് എന്താണ് പഠിക്കണം, വോട്ടിംഗ് ബിഹേവിയർ എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ആലോചന വേണം, അതിനനുസരിച്ചുള്ള സ്ലോഗൻസ് മുന്നോട്ട് വെക്കണം, ആശയങ്ങൾ വെക്കണം, അതിനനുസരിച്ച് സ്ഥാനാർത്ഥികളെ ഫിക്സ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികളുള്ളതാണ്. അപ്പോൾ അതിലെല്ലാം വളരെ മെറ്റിക്കുലസ് ഓപ്പറേഷൻ എന്ന് പറയാവുന്ന തരത്തിൽ ഓരോ ഘട്ടത്തിലും വി.ഡി. സതീശൻ
ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം കാണുന്ന മാറ്റം എവിടെയാണ്? ഈ പറയുന്ന മുസ്ലിം ലീഗിൻ്റെ മെൻറ്റാലിറ്റി തന്നെ മാറ്റം വരുന്നത് നമ്മൾ കാണുകയാണ്. മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഒരു കോൺഫിഡൻസ് വരികയാണ്. നമുക്ക് കേരളത്തിൽ UDF പ്രബല ഒന്നാം കക്ഷി കോൺഗ്രസ് ആണ്. പക്ഷേ അതുപോലെ തന്നെ പ്രധാനമാണ് ലീഗിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരാൾക്കൂട്ടമോ അല്ലെങ്കിൽ ഒരു പ്രവണതയുടെ പേരാണ്. ഒരു സെൻട്രിസ്റ്റ് ട്രെൻഡാണ് പൊളിറ്റിക്സ്, അല്ലാതെ അതൊരു വലിയൊരു സംഘടനാ രൂപമല്ല. പക്ഷേ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് UDF ഏറ്റവും സംഘടിതമായിട്ടുള്ള പാർട്ടിയാണ്. രണ്ടാമത്തെ പാർട്ടിയാണെങ്കിലും ഏറ്റവും സുഘടിതമായിട്ടുള്ളൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ സജീവമായ സാന്നിധ്യം, ആ പാർട്ടിയുടെ സാന്നിധ്യമല്ല ഞാൻ പറഞ്ഞു, ആ പാർട്ടിയുടെ സജീവമായ സാന്നിധ്യം, UDFൻ്റെ ആത്മാർത്ഥമായ സാന്നിധ്യം UDFൻ്റെ വിജയത്തിന് വളരെ പ്രധാനമാണ്. അപ്പോൾ ലീഗ് ഹാഫ് ഹേർട്ടഡായിട്ട് നിൽക്കുകയാണ്. അർദ്ധമനസ്കരായി നിൽക്കുന്ന ലീഗിനെ പൂർണ്ണ മനസ്കരായി ആത്മവിശ്വാസത്തോടെ UDFൽ ഉറപ്പിച്ചു നിർത്തുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പാണ് VD സതീശൻ ആദ്യം എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം ഉണ്ടാകുന്നു, പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയം ഉണ്ടാകുന്നു. തൃക്കാക്കര പുതുപ്പള്ളിയാണ് ആദ്യം വരുന്നത്. പിന്നെ ഓരോ ഘട്ടത്തിലും മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് VD സതീശൻ എന്ന് പറയുന്ന ആ പേഴ്സൺ, ആ വ്യക്തിത്വം, ആ ലീഡർഷിപ്പ്, അതിനകത്തുള്ള വിശ്വാസം UDF അണികൾക്ക്, കോൺഗ്രസ് അണികൾക്ക് വർദ്ധിക്കുകയാണ്. അത് വർദ്ധിക്കുമ്പോൾ ഇതൊരു 2-way പ്രോസസ്സാണ്. അണികൾക്ക് ആ വിശ്വാസം വർദ്ധിക്കുന്നു, അതിനനുസരിച്ച് VD സതീശൻ ശക്തിപ്പെടുന്നു. VD സതീശൻ ശക്തിപ്പെടുന്നതനുസരിച്ച് എഗൻ ഇപ്പുറത്ത് കോൺഗ്രസ് ശക്തിപ്പെടുന്നു, UDF ശക്തിപ്പെടുന്നു. അത് നമുക്കിങ്ങനെ എന്താണ് ഗ്രാജ്വലായിട്ട് ആ ഗ്രാഫിങ് ഇങ്ങനെ കയറിപ്പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഏറ്റവും ഗംഭീരമായൊരു മാനിഫെസ്റ്റേഷനാണ് നിലമ്പൂരിൽ കാണുന്നത്. നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഓൾ ഓഡ്സ് എന്ന് പറയാവുന്ന എല്ലാ നിലക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ചലഞ്ചസ് നിറഞ്ഞൊരു തിരഞ്ഞെടുപ്പായിരുന്നു. കാരണം ഒന്നാമത് അവിടെ ഫീൽഡ് ചെയ്തിരിക്കുന്ന LDFൻ്റെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത്, അതിലും മികച്ചൊരു കാൻഡിഡേറ്റിനെ CPMന് ഫീൽഡ് ചെയ്യാൻ പറ്റില്ല. UDFൻ്റെ അവിടുത്തെ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും പൂർണ്ണ മനസ്സോടെ തീരുമാനിക്കപ്പെട്ടൊരു സ്ഥാനാർത്ഥിയായിരുന്നില്ല. അത് UDFനകത്തുള്ള ആളുകൾക്ക് അതിൽ വിയോജിപ്പുണ്ട്, കോൺഗ്രസിനകത്തുള്ള ആളുകൾക്ക് അതിൽ വിയോജിപ്പുണ്ട്, പുറത്തുനിന്ന് പിന്തുണക്കുന്ന ആളുകൾക്ക് അതിൽ വിയോജിപ്പുണ്ട്, പ്രാദേശികമായിട്ടുള്ള വിയോജിപ്പുണ്ട്. ദെൻ അൻവർ ഫാക്ടർ, പിന്നെ ഭരണകൂടത്തിൻ്റെ സർവ്വ സംവിധാനങ്ങൾ, സ്വരാജ് എന്ന് പറയുന്ന വ്യക്തിത്വത്തിന് ഈ സാധാരണയുള്ള CPMൻ്റെ സപ്പോർട്ട് ബേസും പുറത്തു നിന്ന് കിട്ടുന്ന വലിയ പിന്തുണ ഉണ്ടല്ലോ. ഞാൻ നിലമ്പൂരിൽ ജനിക്കാതെ പോയതിൽ വ്യാകുലപ്പെടുന്നു എന്ന് പറഞ്ഞ് സാഹിത്യം ചെയ്ത ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അത്രയും എല്ലാ നിലക്കും കോൺഗ്രസിനെ സംബന്ധിച്ചത് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞൊരു ഉപതെരഞ്ഞെടുപ്പായിരുന്നു. പക്ഷേ VD സതീശൻ ഒറ്റക്കത് നയിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഓരോ ഘട്ടത്തിൽ നമുക്കൊരു അൻവറുമായിട്ട് ചർച്ച നടത്തുന്ന വിഷയത്തിൽ VD സതീശൻ എടുത്ത ഒരു നിലപാട്, അൻവറുമായിട്ടൊരു ചർച്ചയേ ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അത് ഒരുതരം റിസ്ക് എടുക്കലാണ്. അപ്പം അങ്ങനെ റിസ്ക് എടുക്കാൻ ഈ മനുഷ്യൻ സന്നദ്ധമായി. അപ്പോൾ അതിങ്ങനെ മുന്നോട്ട് പോകുന്നു. പിന്നെ വരുന്നു ലോക്കൽ ബോഡി ഇലക്ഷൻ. ലോക്കൽ ബോഡി ഇലക്ഷൻ നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. സാധാരണഗതിയിൽ ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് എന്ന് UDFന് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ അതുപോലെ ലോക്കൽ ബോഡി എന്നുള്ളത് LDFന് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ലോക്കൽ ബോഡിയിലും കോൺഗ്രസ് UDF ഗംഭീരമായി മുന്നേറ്റം ഉണ്ടാകുന്നു. പിന്നെ നമ്മൾ കാണുന്ന വേറൊരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം, UDFൻ്റെ നേതൃത്വം അതായിരിക്കുമ്പോൾ തന്നെ അതിനപ്പുറമുള്ള ഒരു കോൺഗ്രസിനെ കുറിച്ച് തന്നെയുള്ള ഒരു റീഡിഫൈനിങ് നടക്കുന്നുണ്ട് VD സതീശൻ്റെ നേതൃത്വത്തിൽ. എന്ന് പറഞ്ഞാൽ ഇതൊരു വിശാലമായിട്ടുള്ള ഒരു അലയൻസാണ്. അദ്ദേഹം പറയുന്നുണ്ടല്ലോ, എന്താണ്, ഒരു സാമൂഹിക മുന്നണിയാണ്. എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് വെക്കാൻ സാധിക്കുന്ന ഒരു വിശാലമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് എന്നൊക്കെ പല ഘട്ടത്തിൽ സംസാരിക്കുന്നുണ്ട്. അത് കൂടുതൽ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയായിട്ടാണ്. നമുക്കറിയാം CK ജാനു സ്ഥാനാർത്ഥിയായി വരും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. സണ്ണി എം കബിക്കാടിൻ്റെ പേര് വെക്കുന്നു. UDF എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു റെയിൻബോ അലയൻസ് ആണ് എന്നൊരു സന്ദേശം പുറത്തേക്ക് കൊടുക്കുന്നതിൽ VD സതീശൻ വിജയിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് VD സതീശനും ഉദ്ദേശിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുണ്ടായിരുന്ന ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റ് പോലുമല്ല വന്നത്. സ്ഥാനാർത്ഥി ലിസ്റ്റ് UDFൻ്റെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഫൈനലൈസ് ചെയ്യുമ്പോഴേക്ക് ഇദ്ദേഹത്തിൻ്റെ പിടി വിടുന്നുണ്ട്. VD സതീശൻ്റെ നോമിനികൾ അല്ലെങ്കിൽ VD സതീശൻ ഫീൽഡ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന പലരും വന്നിട്ടില്ല. അത് നമുക്കറിയാം. അത് കെ സി വേണുഗോപാലിൻ്റെ താല്പര്യങ്ങൾക്ക് അതിൽ പ്രാമുഖ്യം കിട്ടിയിട്ടുണ്ട്. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നുള്ളത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ നിലയ്ക്ക് UDFനെ കുറിച്ച്, കോൺഗ്രസിനെ കുറിച്ചുള്ള പരമ്പരാഗതമായ ധാരണകൾക്ക് പുറത്ത് ഒരു വിശാലമായ കേരളത്തിൻ്റെ ഒരു സോഷ്യൽ കോമ്പോസിഷനെ പ്രതിനിധീകരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എന്നുള്ളൊരു കാഴ്ചപ്പാട് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. അതിന് വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. അത് കോൺഗ്രസിൻ്റെ പരമ്പരാഗത കോൺഗ്രസ് ഫ്രെയിമിന് പുറത്ത് നിന്ന് വലിയ തോതിൽ സ്വീകരിക്കപ്പെടുന്നുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളുമായിട്ടുള്ള ഒരു ഡയറക്റ്റ് കണക്റ്റ് വളർത്തിയെടുക്കുന്നതിൽ
വി.ഡി. സതീശൻ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒറ്റ കാര്യം പറയാം, മുസ്ലിങ്ങളുമായിട്ടുള്ള ബന്ധം അത് സാധാരണഗതിയിൽ കോൺഗ്രസ് പരമ്പരാഗതമായിട്ട് ചെയ്തു പോകുന്നത് എന്താണ്? അത് മുസ്ലിം ലീഗിന് ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് ചെയ്തത്. മുസ്ലിങ്ങളുടെ കാര്യം അത് മുസ്ലിം ലീഗ് നോക്കിക്കൊള്ളൂ എന്നുള്ളതാണ്. അങ്ങനെയല്ല, വി.ഡി. സതീശൻ മുസ്ലിം സമുദായത്തിനകത്തുള്ള ഓരോ ഫാക്ഷൻ, ഓരോ സംഘടനകൾ, ഉപസംഘടനകൾ, അതിൻ്റെ നേതാക്കന്മാരുമായിട്ട് നേരിട്ട് കോണ്ടാക്റ്റ് ഉണ്ടാകുന്നു, അവരുമായിട്ട് സംസാരിക്കുന്നു. അവരെന്താണ്, അവരാരാണ്, അവരുടെ പൊസിഷൻസ് എന്താണ് എന്നതിനെക്കുറിച്ച് ധാരണ ഉണ്ടാകുന്നു. ഇത് എല്ലാ സമൂഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്നുണ്ട്. ക്രിസ്ത്യൻ സമൂഹത്തിന്, എനിക്ക് തോന്നുന്നു ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത് ഇപ്പം കേരള ക്രിസ്ത്യാനിറ്റി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലർക്കും അറിയാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ എന്ന് വെച്ചാൽ പെൻഡക്കോസ്റ്റൽ സഭയാണ്. കേരളത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റീത്ത് അല്ലെങ്കിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് റിലീജിയൻ തന്നെ പറയാം, അത് പെൻഡക്കോസ്റ്റൽ സഭയാണ്. ഈ പെൻഡക്കോസ്റ്റൽ സഭയുമായിട്ട് ഒരു മീനിങ് ഫുൾ എൻഗേജ്മെൻറ്റ് നടത്തുന്ന എത്ര രാഷ്ട്രീയക്കാരുണ്ട്? പക്ഷേ വി.ഡി. സതീശന് ഇവരിൽ എല്ലാവരെയും അറിയാം. ഇവരുടെ റാങ്ക് ആൻഡ് ഫയൽസിന് അറിയാം, ഇവരുടെ പൊസിഷൻ എന്താണെന്നറിയാം, അവരുടെ കോൺസെൻട്രേഷൻ എന്താണെന്നറിയാം, നല്ല ധാരണയുണ്ട്. അവരുമായിട്ട് വളരെ ആക്റ്റീവ് എൻഗേജ്മെൻറ്റ് ആ മനുഷ്യനുണ്ട്. ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾ, സാമൂഹിക വിഭാഗങ്ങളാകാം, വിശ്വാസപരമായിട്ടുള്ള വിഭാഗങ്ങളാകാം, നമ്മുടെ സമൂഹത്തിലുള്ള പല സ്വഭാവത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന കറണ്ടുകൾ, ഐഡിയോളജിക്കൽ കറണ്ടാകാം, റിലീജിയസ് കറണ്ടാകാം, പൊളിറ്റിക്കൽ കറണ്ടാകാം, ഇതുമായിട്ടെല്ലാം വ്യക്തിപരമായ മീനിങ് ഫുൾ എൻഗേജ്മെൻറ്റ് എന്നുള്ളത് ഈ മനുഷ്യൻ വ്യക്തിപരമായി ആദ്യം അത് സ്ഥാപിക്കുന്നു, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത് സജീവമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യന് സ്വാഭാവികമായിട്ടും എന്താണ് കേരളത്തിൻ്റെ ഒരു സാമൂഹികമായ പരിച്ഛേദം, എന്താണ് മനുഷ്യർ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, ഏതെല്ലാം പ്രദേശങ്ങളിൽ ഏതെല്ലാം സ്വഭാവത്തിലുള്ള മനുഷ്യരാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ ധാരണയുണ്ടാവും. അതാണ് ഈ ഇലക്ഷൻ വിജയങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നു. അപ്പോൾ നിലമ്പൂർ വന്നതോടുകൂടി യഥാർത്ഥത്തിൽ UDF വലിയ ആഹ്ലാദത്തിലായിരുന്നു. ആ ആഹ്ലാദം, അതിൻ്റെ ഒരു വെലോസിറ്റി അത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. ലോക്കൽ ബോഡി ഇലക്ഷനിലും വലിയ വിജയം ഉണ്ടാകുന്നു, വലിയ ആവേശം ഉണ്ടാകുന്നു. പക്ഷേ നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ തോതിലുള്ളൊരു മാധ്യമ പ്രചാരണം, അങ്ങനെയല്ല, തുടർഭരണം വീണ്ടും ഉണ്ടാകാൻ പോവുകയാണ്, അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിൽ LDFൻ്റെ പ്രൊപ്പഗാൻഡ മെഷീനറി വലിയ തോതിൽ വിജയിച്ചിട്ടുണ്ട്. അതിനെ കൂടി മറികടന്നുകൊണ്ടാണ് ഈ പറയുന്ന അസംബ്ലി ഇലക്ഷനിലേക്ക് പ്രവേശിക്കുമ്പം അന്തരീക്ഷത്തിലുള്ളതാണ് ഇതാണ് സംഗതി. ഒരു 75 സീറ്റൊക്കെ പിടിച്ചിട്ട് LDFന് പിണറായി വിജയൻ തന്നെ വരാൻ പോവുകയാണ്. അങ്ങനെ എന്താണ് വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അതേക്കുറിച്ച് സംസാരിക്കുന്നു. പിന്നെ UDFിലുള്ള നേതാക്കന്മാർ തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ സംസാരിക്കുന്നില്ല. അത്ര എക്സിറ്റ് പോളിന് മുമ്പുള്ള സെനാരിയോ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്താണ് ഈ മനുഷ്യൻ എന്താണ് പറയുന്നത്, നമ്മൾ 100+ എടുക്കും, 100-ലധികം സീറ്റ് നേടി അധികാരത്തിലെത്തും, മാന്യമായ അധികാരത്തിൽ വന്നിട്ടില്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകും. അങ്ങനെ ഒരു ലീഡർ, അങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ ഹീസ് എ ലീഡർ. അതെന്താണ്? അത് ഒന്നാമത് ആത്മവിശ്വാസമാണത്. കാര്യങ്ങൾ എവിടെ കിടക്കുന്നതിനെക്കുറിച്ച് നല്ല തിരിച്ചറിവാണത്. ആ ആത്മവിശ്വാസത്തിൽ നിന്നുകൊണ്ട്, ആത്മവിശ്വാസം മാത്രമല്ല, റിസ്ക് എടുക്കാൻ ഞാൻ സന്നദ്ധനാണ്, ഞാൻ മുന്നിൽ നിൽക്കാൻ സന്നദ്ധനാണ്, അതിൻ്റെ റിസ്ക് എടുക്കാൻ സന്നദ്ധനാണ്, ആ ഒരു മെസ്സേജ് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സ്വന്തം സഹപ്രവർത്തകർ പോലും ആ നിലക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാത്ത കുഞ്ഞാലിക്കുട്ടിയുടെ ബൈറ്റ് ഓർമ്മയില്ലേ, 100 പറയുന്നില്ല എന്ന് സുധാകരനോട് ഒരു ഘട്ടത്തിൽ ചോദിക്കുന്നുണ്ട്. പിന്നെ VDS ഇങ്ങനെ 100 കൂടുതൽ പറയുന്നില്ല, അത് അവനോട് പോയി ചോദിക്കുന്നതാണ് പറയുന്നത്. ഇങ്ങനെ സ്വന്തം സഹപ്രവർത്തകർ പോലും, ഏറ്റവും അടുത്ത സീനിയർ കൊളീഗ്സ് ആയിട്ടുള്ള ആളുകൾ പോലും പറയാത്ത സന്ദർഭത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി ആ മനുഷ്യൻ പറഞ്ഞു. അപ്പോൾ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇതാണ് നിഷാദെ പ്രധാനം. നിങ്ങൾ എങ്ങനെ മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്ര കഴിവുണ്ട്, എത്ര MLAമാരുടെ പിന്തുണയുണ്ട്, അല്ലെങ്കിൽ എത്ര പൈസ സമാഹരിക്കാൻ പറ്റിയതൊന്നുമല്ല. മനുഷ്യർക്ക് ദർ ഇസ് എ ലീഡർ എന്ന് പറയുന്ന, ദർ ഇസ് എ മാൻ ടു ലീഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഫീലിംഗ് കൊടുക്കണം. അത് കൃത്യമായിട്ട് വി.ഡി. സതീശൻ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്ര വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ടത്. നമ്മൾ കാണുന്നില്ല, അദ്ദേഹം ചീഫ് മിനിസ്റ്റർ ആകില്ല എന്നൊരു സംശയം വരുമ്പോഴേക്കും വളരെ ഓർഗാനിക്കായിട്ട് മനുഷ്യർ തെരുവിലേക്ക് ഇറങ്ങുന്നു. അദ്ദേഹത്തിന് വേണ്ടി ജാഥ വിളിക്കുന്നു, സിന്ദാബാദ് വിളിക്കുന്നു, കുർബാന നടത്തുന്നു, നേർച്ച ചെയ്യുന്നു. അതെന്തോന്ന് വെച്ചാൽ ആ ഒരു ലീഡർ എന്നുള്ള നിലയ്ക്ക് ഒരു സന്ദേശം മാസിലേക്ക്, ബഹുജനങ്ങളിലേക്ക് ആ ഒരു എനർജി വലിയ തോതിൽ കടത്തിവിടുന്നതിൽ മനുഷ്യൻ വിജയിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്വാഭാവിക പരിണതിയാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. എന്താണ് കൃത്യമായും നാച്ചുറൽ ചോയ്സ് എന്ന് പറയാവുന്ന ഒരു സംഗതിയാണ്.
രാജ്യം ഇപ്പം വലിയ ജനകീയമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടായി വരികയോ അല്ലെങ്കിൽ ജനങ്ങളുടെ വലിയൊരു അഭിലാഷം ഉയർന്നു വരികയോ ചെയ്ത ഘട്ടത്തിലാണ് അദ്ദേഹത്തെ തന്നെ നിശ്ചയിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നിർബന്ധിതമായത്. ആ നിലയ്ക്ക് ഈ പാർട്ടി സിസ്റ്റം മുഴുവൻ അദ്ദേഹത്തെ എടുത്തിട്ടുണ്ടോ? ഇന്നിപ്പോൾ പഴകുളം അതുമൊക്കെ പറയുന്നുണ്ട്, കെ സി വേണുഗോപാലിനെ ആക്രമിച്ചു, സംഘടിതമായി പ്രവർത്തിച്ചു എന്നൊക്കെയുള്ള നിരാശ പങ്കുവെക്കുന്നവർ, വളരെ വൈകി മാത്രം അഭിനന്ദന പോസ്റ്റ് ഇടുന്നവരൊക്കെ നമ്മൾ കാണുന്നുണ്ട് കോൺഗ്രസിനകത്തുനിന്ന്. സോ കോൺഗ്രസിലെ 10-40 പേര് ഇദ്ദേഹത്തെ അല്ല പിന്തുണച്ചതെന്നും കാണുന്നു. അദ്ദേഹത്തെ ഈ ജനകീയ പിന്തുണയോടെ കടന്നു വരുന്ന ഈ നേതാവിനെ സ്വീകരിക്കാൻ കോൺഗ്രസിൻ്റെ എക്കോസിസ്റ്റം പൂർണ്ണമായും സജ്ജമായോ? ഞാനിതിനെ കേവലമായ ജനകീയ പിന്തുണ, ഒരു നേതാവിനുള്ള മുഖ്യമന്ത്രിയാവാനുള്ള ജനകീയ പിന്തുണ മാത്രമായിട്ടല്ല കാണുന്നത്. ഇതൊരു ചരിത്രപരമായ നിമിഷമാണ്. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. അതായത് ഓരോ സർക്കാർ കഴിയുമ്പോൾ പുതിയൊരു സർക്കാർ വരുന്നു, അതിലൊരു മുഖ്യമന്ത്രി വരുന്നു. ചിലപ്പോൾ ആ മുഖ്യമന്ത്രിക്ക് വലിയ പിന്തുണ ഉണ്ടാകും. ഇപ്പോൾ ഉദാഹരണത്തിന് 2006 VS-നുണ്ടായ പിന്തുണ, 2016 പിണറായി വിജയൻ വരുമ്പോൾ പിണറായി വിജയന് പിന്തുണ ഉണ്ടായിരുന്നു. ഒരു സ്ട്രോങ് ലീഡർ, ഒരു ഗുഡ് ഗവേണൻസ് നടത്തുന്ന ഒരാൾ, അങ്ങനെ ഒരു പ്രതിച്ഛായ ഉണ്ടായിരുന്നു. ആ പിന്തുണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതെല്ലാം ചരിത്രപരമാണ്. ഇപ്പോൾ പിണറായിക്കുണ്ടായ പിന്തുണയും VS അച്യുതാനന്ദനുണ്ടായ പിന്തുണയും ചരിത്രപരം തന്നെയാണ്. പക്ഷേ അതിലും വളരെ ശ്രദ്ധേയമായ ഒരു ജനറേഷൻ ചേഞ്ച് VD സതീശൻ്റെ കാര്യത്തിൽ നടന്നിട്ടുണ്ട്. ആ ജനറേഷൻ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നോക്കുക, VS-ന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചവരാണ് സഖാക്കളാണ്. കണ്ണേകരളെ VS എന്ന് പറഞ്ഞ് സഖാക്കളാണ് ചെങ്കൊടി ഗാന്ധി മുദ്രാവാക്യം വിളിച്ചത്. പിണറായിക്ക് സപ്പോർട്ടായി നിന്നതും പാർട്ടിയാണ്, ലെഫ്റ്റ് വോട്ടേഴ്സാണ്. ഇവിടെ അതല്ല സംഭവിച്ചിട്ടുള്ളത്. ഇത് എൻ്റെ ഒരു നിരീക്ഷണമാണ്, എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. അത് ഒരു തരത്തിലും ഇപ്പോൾ ഒരു ഇലക്ഷനിൽ UDF 102 സീറ്റുമായിട്ട് ജയിച്ചു. സാധാരണ രീതിയിൽ എന്താണ് ഇനി അടുത്ത മുഖ്യമന്ത്രി ആരെന്ന ചർച്ചയിൽ സ്വാഭാവികമായി പങ്കാളികളാവുക രാഷ്ട്രീയത്തിൽ താല്പര്യമുള്ള ആളുകൾ, അതുപോലെ പാർട്ടി പ്രവർത്തകർ, ഏതെങ്കിലും പാർട്ടി അഫിലിയേഷൻ ഉണ്ട്, LDF UDF ആയിട്ടുള്ള ആളുകൾ, രാഷ്ട്രീയം സംസാരിക്കുന്ന ആളുകൾ, സാധാരണ രീതിയിൽ സാധാരണ വർത്തമാനത്തിൽ രാഷ്ട്രീയം പറയുന്ന ആളുകൾ. ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഒരു തരത്തിലും അത്തരം ചർച്ചകളിലേക്ക് പോകാത്ത മനുഷ്യർ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് പേർ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചു. അത് എന്ന് പറയുന്നത് അത് കേവലമായ ഈ പറയുന്ന സോക്കോൾഡ് ജനകീയ പിന്തുണയല്ല, അത് കേരളത്തിലെ വോട്ടർമാരുടെ ആറ്റിറ്റ്യൂഡ് മാറുന്നതാണ്. ആരാണെന്ന് അറിയാനുള്ള കൗതുകമല്ല, സതീശനെ ഒഴിവാക്കുമെന്നുള്ള ആശങ്കയാണ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അത് ഞാൻ പറയുന്നത് ഈ സതീശനുള്ള പിന്തുണ കേവലമായ സതീശനുള്ള പിന്തുണയല്ല, സതീശൻ എന്നൊരു ലീഡർ, ഒരു പേഴ്സണാലിറ്റികളുടെ പിന്തുണയല്ല, ചില ആശയങ്ങൾക്കുള്ള പിന്തുണയാണ്. ആ ആശയങ്ങൾ എന്താണെന്ന് വെച്ചാൽ, എന്താണ് പുതിയ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഈ ജെൻസി കിഡ്സിനെ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മളൊക്കെയും ആ അർത്ഥത്തിൽ പുതിയ ജനറേഷനാണ്. ഈവൻ 62 വയസ്സുള്ള VD സതീശൻ പോലും പുതിയ ജനറേഷനാണ്. അപ്പോൾ അതൊരു ജനറേഷൻ ചേഞ്ച് ആണെന്ന് പറയാൻ കാരണം, ജനം ആഗ്രഹിക്കുന്ന ഗവേണൻസ്, ജനം ആഗ്രഹിക്കുന്ന നേതാക്കൾ, ജനം ആഗ്രഹിക്കുന്ന സർക്കാർ, അതേക്കുറിച്ചുള്ള 10 വർഷം മുമ്പ്, അല്ലെങ്കിൽ 10 വർഷം എന്ന് പറയുന്നത് പിണറായി വിജയൻ 2 ടൈം ഭരിച്ചു. ഈ 10 വർഷം എന്ന് വലിയൊരു കാലയളവാണിപ്പോൾ. അപ്പോൾ ആ 10 വർഷം മുമ്പുള്ള ജനങ്ങളുടെ ആസ്പിരേഷൻ പൂർണ്ണമായും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിനുള്ളൊരു പാഠം എന്നതുപോലെ തന്നെ LDF-നും CPM-നുള്ളൊരു പാഠം കൂടിയാണ്. ആ ആസ്പിരേഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ, കുറേ കൂടി ഇമോഷണലി ജനങ്ങളുമായി കണക്റ്റ് ആവുന്ന നേതാക്കളെ ആയിരിക്കും ഇനി മുതൽ ജനം ചൂസ് ചെയ്യുക. ഇത് VD സതീശൻ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇമോഷണലി കണക്റ്റ് ആവുമെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു വിഷയത്തിൽ വളരെ ഐഡിയലായിട്ട് തൻ്റെ ഐഡിയോളജി അനുസരിച്ച് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറപ്പെടുവിക്കാം, പക്ഷെ അതിൽ ഇമോഷൻ ഉണ്ടാവണം നിർബന്ധമില്ല. VD സതീശൻ പറയുന്നത് എന്താണ്, ഞാൻ ഈ മാതൃഭൂമിയുടെ പരിപാടിയിൽ ഫെസ്റ്റിവലിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഞാനും പിണറായി വിജയനും മരിച്ചു പോകും, കേരളത്തിലെ തലമുറ ഇനി ഇവിടെ ജീവിക്കണം എന്ന് പറയുമ്പോൾ അത് ഭയങ്കരമായിട്ട് ജനങ്ങൾക്ക് ഇമോഷണലി കണക്റ്റ് ആവുന്നൊരു കാര്യമാണ്. അതല്ലാതെയും പറയാമല്ലോ, ഇവിടെ വർഗീയത പടർത്തരുത്, വർഗീയത പ്രസംഗിക്കുന്നവരെ മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്തെന്നൊക്കെ പറയാം. പക്ഷേ ഈ പറയുന്ന വാക്ക് വളരെയധികം ഇമോഷണലി ആളുകളായിട്ട് കണക്റ്റ് ആവുന്നൊരു കാര്യമാണ്. ഇത് സാധാരണക്കാരായ വോട്ടർമാർ, ഇപ്പോൾ എല്ലാവരും പറയും ഇത്രയധികം വാട്സപ്പ് വഴിയും സാമൂഹ്യ മാധ്യമങ്ങൾ വഴിയും വിദ്വേഷവും വെറുപ്പും പ്രചരിപ്പിച്ചിട്ടും ഈ ജനങ്ങൾ ഇങ്ങനെ ബ്ലോക്കായി വന്ന് UDF-നെ വിജയിപ്പിക്കുന്നത് എന്തിനാണ്, എന്തുകൊണ്ട് വിജയിപ്പിക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ സാധാരണ ഒരു മലയാളി, ഒരു ആവറേജ് മലയാളി എന്ന് പറയുന്നത് സെക്യുലറാണ് എന്ന VD സതീശൻ്റെ ഒരു ഭാവനയുണ്ട്. ആ ഭാവനയാണ് ഇവിടെ വിജയിക്കുന്നത്. ആ ഭാവന എന്ന് പറയുന്നത് ഓൺ ഗ്രൗണ്ടിൽ റിയാലിറ്റിയാണ്. നമ്മൾ വിചാരിക്കുക ആളുകൾ മുഴുവൻ രാവിലെ തൊട്ട് വാട്സപ്പ് വായിച്ച് വെറുപ്പ് ഭക്ഷിച്ച് എല്ലാവരും വെറുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല. ആളുകൾ ആഗ്രഹിക്കുന്ന ഒരു കേരളം എന്ന് പറയുന്നത്, മലയാളി വോട്ടർമാർ വിഭാവനം ചെയ്യുന്ന ഒരു കേരളം എന്ന് പറയുന്നത് അങ്ങനെയല്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നത്. അപ്പോൾ തങ്ങൾ കൊടുത്ത മാൻഡേറ്റ് എന്തിനു വേണ്ടിയാണ്? ഒന്ന്, ഇമോഷണലി തങ്ങളോട് കണക്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവിനോട് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന സെക്യുലറിസം, മതനിരപേക്ഷത എന്ന ആശയത്തോട്. സതീശൻ്റെ ഏറ്റവും വലിയ USP അത് തന്നെയാണ്, മതനിരപേക്ഷത തന്നെയാണ്. കാരണം അദ്ദേഹം ഓപ്പോസിറ്റ് ലീഡർ ആവുന്നതിന് മുമ്പേ തന്നെ എന്തുകൊണ്ടാണ് 2014 അദ്ദേഹത്തെ മന്ത്രിസ്ഥാനം നിന്ന് മാറ്റി നിർത്തിയത്? അദ്ദേഹത്തിന് ഈ അഡമൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ്. അതായത് സെക്യുലറിസത്തോട് ഉള്ള അദ്ദേഹത്തിൻ്റെ അഡമൻ്റായ പൊസിഷൻ കാരണം 2014 മാറ്റി നിർത്തിയത്. സ്പീക്കറാക്കാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞു. വേണ്ട, അതൊരു കോംപ്രമൈസ് ആണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിക്കൊണ്ട്. അപ്പോൾ
ആ സെല്ലിംഗ് പോയിൻ്റാണ് അത് അദ്ദേഹം ഇമോഷണലായി ആദ്യം വിൽക്കുന്നത്. രണ്ടാമത്തെ കാര്യം, വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വോട്ട് പെട്ടിയിലായി കഴിഞ്ഞാൽ ജനങ്ങളുടെ പണി കഴിഞ്ഞു എന്ന പരമ്പരാഗതമായ രീതി, അത് ഏത് പാർട്ടിയുടെ ആണെങ്കിലും, LDFിൻ്റെ ആണെങ്കിലും UDFിൻ്റെ ആണെങ്കിലും കോൺഗ്രസിൻ്റെ ആണെങ്കിലും CPMൻ്റെ ആണെങ്കിലും അത് ഇനി മുതൽ നടക്കാൻ പോകുന്നില്ല. അത് ജനം എന്ന് പറയുന്നത് നിരന്തരം ഗവേണൻസിൽ ഉൾപ്പെടെ, മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുന്നതിൽ ഉൾപ്പെടെ, പോളിസി ഡിസിഷനിൽ ഉൾപ്പെടെ ഇനി ഇടപെടാൻ പോവുകയാണ്. ഇത് സതീശൻ മുഖ്യമന്ത്രി ആയതോടെ തീരുന്നൊരു കാര്യമല്ല ഇത്. ഈ ഇടപെടൽ ഇനി ഈ 5 വർഷം ഈ സർക്കാർ നിൽക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ ജനം ഇടപെട്ടുകൊണ്ടിരിക്കും. അതിനെ നമ്മളിങ്ങനെ ഒറ്റ തിരിഞ്ഞ് ചാപ്പ കുത്തി, ഈ 10 വർഷം നമ്മൾ മുമ്പ് കണ്ടതുപോലെ അത് അവരാണ്, ഇത് ഇവരാണ്, മറ്റവൻ ലീഗാണ്, ഇത് മൗദൂദിയാണ്, മറ്റോ സംഖ്യയാണ്, ഇങ്ങനെയുള്ള ചാപ്പകുത്തൽ ഇനി നടക്കാനേ പോകുന്നില്ല. ഇത് ഒരു വലിയൊരു ഷിഫ്റ്റ് വരാൻ പോവുകയാണ് കേരള രാഷ്ട്രീയത്തിൽ. ആളുകൾ ഇനി അത് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കും. മറ്റൊരു കാര്യം അക്കൗണ്ടബിലിറ്റി, ട്രാൻസ്പെറൻസിയാണ്. ഇപ്പോൾ ഈ VD സതീശനെ തിരഞ്ഞെടുത്ത രീതി നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. ആ രീതി എങ്ങനെയാണ്? യഥാർത്ഥത്തിൽ അത് ട്രാൻസ്പെറൻ്റ് ആയിരുന്നു? എത്ര MLAമാർ VD സതീശനെ പിന്തുണച്ചു, KC വേണുഗോപാലിനെ പിന്തുണച്ചു, രമേശ് ചെന്നിത്തലയെ പിന്തുണച്ചു എന്ന് ഇപ്പോഴും നമുക്കറിയില്ല. എല്ലാം ഊഹാപോഹങ്ങളാണ്. കുറേ നേരം പറയും KCക്കാണ് കൂടുതൽ പിന്തുണ എന്ന് പറഞ്ഞു, കുറേ പേർ VD സതീശനാണെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, എത്ര ആരാണെന്നൊന്നും അറിയില്ല. ആകെ ഈ VD സതീശനെ തെരഞ്ഞെടുത്തതിന് ശേഷം KCയെ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന രണ്ടേ MLAമാരാണ്. ഒന്ന് MM നസീറും മറ്റൊരാൾ പഴകുളം മധുവാണ്. വേറെ ആരും മിണ്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഗ്രൂപ്പ് യോഗങ്ങൾ നടത്തിയെന്ന ആക്ഷേപം നേരിടുന്ന ഒരു യുവാവായ MLA, ആ യുവാവായ MLA VD സതീശനെ അനുകൂലിച്ചിട്ട് പോസ്റ്റിനടിയിലെ കമൻസ് ഒന്ന് വായിച്ചു പോകണം. ആ രാഷ്ട്രീയ നേതാവ്, ആ MP, MLA അല്ല MP, ഇതുവരെ നേടിപ്പോകുന്ന ജനപിന്തുണ ഒറ്റയടി കുത്തിയൊലിച്ചു പോകുന്ന നമ്മൾ കാണുന്നത്. അയാളെ ജനം കൂട്ടത്തോടെ വന്നിട്ട് ആക്ഷേപിക്കുകയാണ്, നിങ്ങൾ ഇത്രയും കളിച്ച കളി നാറിയ കളിയാണ് എന്ന് ആളുകൾ വന്ന് കമൻസിൽ വന്ന് പറയുകയാണ്. അപ്പോൾ ഒന്നാലോചിച്ചു, ആ ഷിഫ്റ്റിൻ്റെ ഒരു ഗ്രാവിറ്റി മനസ്സിലാക്കണം. അപ്പോൾ ഒരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാർട്ടി നടത്തുന്ന ഒരു പരിപാടിയാണ്. ഞങ്ങൾ പാർട്ടി തീരുമാനിക്കും, പോളിറ്റ് ബ്യൂറോ തീരുമാനിക്കും, ഹൈക്കമാൻഡ് തീരുമാനിക്കും എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഇനി മാറും. അതായത് ജനം നിരന്തരം ഇടപെടുന്ന, ജനങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഗവേണൻസിനെ ഇനി സാധ്യതയുള്ളൂ. ഇനി അത്തരം രാഷ്ട്രീയത്തിനേ സാധ്യതയുള്ളൂ, അത്തരം സെക്യുലർ രാഷ്ട്രീയത്തിനേ സാധ്യതയുള്ളൂ. ഈ മറ്റ് കഴിഞ്ഞ 10 വർഷം നമ്മൾ കണ്ടിട്ടുള്ള പോളറൈസേഷൻ്റെ രാഷ്ട്രീയം കേരളത്തിൽ ഇനി വിലപ്പോവില്ല. അത് വിലപ്പോവില്ല എന്നുള്ളതിനൊരു തെളിവാണ്. രണ്ടാമത്തെ കാര്യം, ഇനി തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രി ഇനി ഭരിക്കാൻ പോവുകയാണ്. ഭരിക്കാൻ പോകുമ്പോൾ നമ്മൾ ഇത്രയും നാളും കണ്ട സർക്കാരുകളെ പോലെ ക്യാബിനറ്റ് കൂടി ഞങ്ങളത് തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് സതീശൻ തീരുമാനിക്കുന്നത് വയ്ക്കുക. ഇനി മുൻകാലങ്ങളിലെ മുഖ്യമന്ത്രിമാർ ചെയ്യുന്ന പോലെ ജനങ്ങളിൽ നിന്ന് മാറി നിന്ന് സർക്കാർ എന്തോ തീരുമാനിച്ചു പറയുന്നു. ഓരോ വാക്കും ഓർത്തു വയ്ക്കപ്പെടും ജനം. കഴിഞ്ഞ 5 വർഷം സതീശൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തു വയ്ക്കപ്പെടും, അത് തിരിച്ച് ചോദ്യം ചെയ്യപ്പെടും. ഇതിനു മുമ്പുണ്ടായിരുന്ന നിലപാടുകളെല്ലാം ചോദ്യം ചെയ്യപ്പെടും. സതീശൻ്റെ 25 വർഷത്തെ സാമാജിക ജീവിതം മുഴുവൻ ആളുകൾ ഓർത്തു വയ്ക്കും. സതീശൻ പറഞ്ഞു വെച്ച എല്ലാ കാര്യങ്ങളും ഓർത്തു വയ്ക്കപ്പെടും. കാരണം ഇത് ഡിജിറ്റൽ കാലമാണ്. ഈ ഡിജിറ്റൽ കാലത്ത് അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ഒന്നും നിഷേധിക്കാൻ പറ്റില്ല. ജനത്തിന് ഓർമ്മ കൂടുതലായിരിക്കും. ഇനി ഞാൻ കാണുന്ന മറ്റൊരു പ്രത്യേകത, ഈ പറയുന്ന ജനകീയമായ അപ്രൈസിംഗിൽ ഞാൻ കണ്ട പ്രത്യേകതയാണ്. ഈ 2016 പിണറായി വിജയൻ വന്നപ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഒരു ലൈൻ കുറിച്ചിട്ടിരുന്നു. സോഷ്യൽ മീഡിയ കാലത്തെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്, റീൽസ് കാലത്തെ ഒരു മുഖ്യമന്ത്രിയാണത്. എൻ്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറഞ്ഞാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. 14 സെക്കൻഡ് പോലും റീൽസ് കാണാൻ ക്ഷമയില്ലാത്ത ഒരു ജനമാണ് നമ്മൾ തെരുവിൽ കണ്ടത്. അതായത് ഈ അക്ഷമ സർക്കാരിനെ വല്ലാതെ വലയ്ക്കും. സതീശൻ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം അതായിരിക്കും. ആളുകൾ അക്ഷമരാണ്. 10 ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ 2021 അധികാരം വെക്കാൻ 18 ദിവസം മറ്റോ കാത്തിരുന്നു. റിസൾട്ട് വന്ന് 18ാമത്തെ ദിവസം മറ്റാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. ഇവിടെ 10 ദിവസം ഉണ്ടാക്കിയ അക്ഷമയുണ്ടല്ലോ. 21 കോവിഡ് പ്രോട്ടോകോൾ പോലുള്ള പ്രശ്നങ്ങൾ അതെന്തും ആവട്ടെ, ആളുകൾക്ക് അതൊരു പ്രശ്നമായിരുന്നില്ല. അത് തെരഞ്ഞെടുത്തു, അദ്ദേഹം ആരെങ്കിലും വരട്ടെ, അതൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. ഇതങ്ങനെയല്ല. ഈ അക്ഷമ എന്ന് പറയുന്നത് അക്ഷമരായ ജനങ്ങളാണ്. അതായത് അറ്റൻഷൻ വളരെ കുറവുള്ള, വളരെ അക്ഷമരായ, പെട്ടെന്ന് റിസൾട്ട് ആവശ്യമുള്ള, ഇപ്പം തന്നെ റിസൾട്ട് കിട്ടണം. ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾ സോഷ്യൽ മീഡിയ ചോദിച്ചു തുടങ്ങി എപ്പോൾ യാത്രയാണെന്നുള്ളത്. ഇത്തരം വാഗ്ദാനങ്ങൾ എല്ലാം ഓഡിറ്റ് ചെയ്യപ്പെടും. സതീശനെ സംബന്ധിച്ച് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു മുഖ്യമന്ത്രി പദമാണ്. ആ ചലഞ്ച് നേരിടാൻ അദ്ദേഹത്തെ പ്രാപ്തനാകുന്ന ഒന്നാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. അദ്ദേഹം നന്നായി വായിക്കുന്നത് മൂലം ഉണ്ടാകുന്നൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്. അതായത് ഈ വോട്ടർമാരുടെ ഭാഷയിൽ അവരോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ 5 വർഷം ഈ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുടെ ഭാഷയിൽ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒപ്പോസിഷൻ ലീഡർ സംസാരിച്ച അതേ ഭാഷയിൽ മുഖ്യമന്ത്രി സംസാരിക്കാൻ കഴിഞ്ഞാൽ തന്നെ ഈ പറയുന്ന ചലഞ്ച് അദ്ദേഹത്തിന് മറികടക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഓക്കെ, വി ഡി സതീശനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണത്തിന് കേരള രാഷ്ട്രീയത്തിൽ സവിശേഷതകളുണ്ട്. നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഒരു സർക്കാർ ഏതാവണമെന്ന് തീരുമാനിക്കുക മാത്രമല്ല ജനം ചെയ്തത്. സർക്കാർ മാറി പുതിയ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അതിലാര് മുഖ്യമന്ത്രിയാകണം എന്ന പ്രോസസ്സിൽ കൂടി ജനം ഇടപെടുകയും അവർ തീരുമാനമെടുക്കുകയും ചെയ്തു എന്ന സവിശേഷത ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനും വി ഡി സതീശന് സവിശേഷമായും ജനങ്ങളോട് അധിക ബാധ്യതയും ആ കാര്യത്തിൽ ഉണ്ടാവും എന്നതും പ്രത്യേകമായി കാണേണ്ട കാര്യമാണ്.